ഇപ്പോൾ US സർക്കാർ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ലിങ്ക്ഡിൻ പോലുള്ള സൈറ്റുകളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അപേക്ഷിക്കുന്ന ആൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണോ എന്നും നിയമങ്ങൾ അനുസരിക്കുന്ന ആളാണോ എന്നും അറിയാനാണ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. നിങ്ങളുടെ ഓൺലൈൻ പോസ്റ്റുകൾ നിങ്ങൾ ആരാണെന്ന് കാണിച്ചു തരും. USന് അവരുടെ സമൂഹത്തിൽ ചേരാൻ കഴിയുന്ന ആളുകളെയാണ് വേണ്ടത്. പല വിദ്യാർത്ഥികൾക്കും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വിസ കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുമെന്നറിയില്ല. രാഷ്ട്രീയം പറഞ്ഞുള്ള തമാശകൾ, നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ ചിത്രങ്ങൾ, വിവാദപരമായ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൽ, പ്രതിഷേധങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ എന്നിവയെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കാം. തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും വിസ നിഷേധിക്കാൻ കാരണമായേക്കാം. നിയമങ്ങൾ കൂടുതൽ കർശനമായതിനാൽ വിസ ഓഫീസർമാർ ഈ കാര്യങ്ങൾ ഗൗരവമായി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പഴയ പോസ്റ്റുകൾ നോക്കുക. വിവാദപരമായതോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാത്രമേ നിങ്ങളുടെ പോസ്റ്റുകൾ കാണാൻ കഴിയൂ. അക്രമം, വിദ്വേഷം, നിയമവിരുദ്ധമായ കാര്യങ്ങൾ എന്നിവയെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളെ അൺഫ്രണ്ട് ചെയ്യുക അല്ലെങ്കിൽ അൺഫോളോ ചെയ്യുക. ഭാവിയിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. വിസ കിട്ടുന്നതുവരെ രാഷ്ട്രീയപരമായതോ വിവാദപരമായതോ ആയ വിഷയങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫഷണലും സത്യസന്ധവുമാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ടാഗ് ചെയ്ത ഫോട്ടോകൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോകളിൽ നിന്ന് ടാഗ് മാറ്റുക. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നിങ്ങൾ ഉപയോഗിച്ച എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കുക. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഫേസ്ബുക്ക്, എക്സ് പോലുള്ള അക്കൗണ്ടിലെ വിവരങ്ങൾ അധികൃതർക്ക് കിട്ടിയേക്കാം. നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പോലും പൊതുകാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ വെളിപ്പെടുത്തണം. വിസ അപേക്ഷയിലെ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലെ വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വഞ്ചനയായി കണക്കാക്കിയേക്കാം. ഉദാഹരണത്തിന് DS-160 ഫോമിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻറ്റേൺ എന്ന് കൊടുത്ത ഒരു കുട്ടി ലിങ്ക്ഡിനിൽ ഫ്രീലാൻഡ് ഗ്രാഫിക് ഡിസൈൻ ആണെന്ന് കൊടുത്താൽ അത് തെറ്റായ വിവരമായി കണക്കാക്കും. സോഷ്യൽ മീഡിയയിൽ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. സ്വകാര്യത ഉറപ്പാക്കുകയും ചെയ്യുക. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയപരമായ അഭിപ്രായങ്ങൾ, അമേരിക്കൻ വിദേശ നയത്തെ വിമർശിക്കുന്ന പോസ്റ്റുകൾ, പലസ്തീൻ അനുകൂല വീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഹമാസ് പോലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന പോസ്റ്റുകൾ എന്നിവ വിസ നിഷേധിക്കാൻ കാരണമായേക്കും. അമേരിക്കൻ സംസ്കാരത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഉള്ള തമാശകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നൽകിയ യാത്രാ വിവരങ്ങളും സ്ഥലത്തിൻ്റെ വിവരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ പ്രശ്നമാകും. സോഷ്യൽ മീഡിയയിലെ സ്വകാര്യത എങ്ങനെ ഉറപ്പാക്കാമെന്ന് നോക്കാം. എല്ലാ അക്കൗണ്ടുകളും ഫ്രണ്ട്സ് ഓൺലി ആക്കുക. പ്രതിഷേധങ്ങളിലും വിവാദപരമായ വിഷയങ്ങളിലും പങ്കെടുത്ത ഫോട്ടോകളിൽ നിന്നും ടാഗുകൾ നീക്കം ചെയ്യുക. Scrubber.social പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് പഴയതും അപകടകരമായതുമായ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക. വിസയ്ക്ക് വേണ്ടി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വന്തം അഭിപ്രായങ്ങൾ പറയാതെ പഠനത്തെയും ജോലിയെയും കുറിച്ച് മാത്രം പോസ്റ്റ് ചെയ്യുക. രാഷ്ട്രീയപരമായ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാതിരിക്കുക. #Black Lives Matter അല്ലെങ്കിൽ #Climate Action പോലുള്ളവ പോലും ഒഴിവാക്കുക. പുതിയ അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ DS-160 ഫോമിൽ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകണം. ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മദ്യപിക്കുന്ന ചിത്രങ്ങൾ ഒഴിവാക്കുക. എക്സിൽ അമേരിക്കൻ വിസ നയങ്ങളെ വിമർശിക്കുന്ന ട്വീറ്റുകൾ ലൈക്ക് ചെയ്യാതിരിക്കുക. ലിങ്ക്ഡിനിൽ ജോലി, വിദ്യാഭ്യാസം തുടങ്ങിയ വിവരങ്ങൾ വിസാപേക്ഷയിലെ വിവരങ്ങൾ പോലെ തന്നെ നൽകുക. വാട്സപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാമിലെ പ്രൊട്ടസ്റ്റ് കോർഡിനേഷൻ പോലുള്ള ഗ്രൂപ്പുകളിൽ അംഗമാകാതിരിക്കുക ശ്രമിക്കുക എന്നിവയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചില വിദ്യാർത്ഥികളോട് വിസ ഇൻ്റർവ്യൂവിൽ അവരുടെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപേക്ഷകരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നതെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാക്കുകൾ പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് അപ്ലിക്കൻസ് ബെറ്റർ. സോഷ്യൽ മീഡിയ വൃത്തിയാക്കുക എന്നത് നല്ല പണിയുള്ള കാര്യമാണ്. എങ്കിലും വിസ നിഷേധിക്കപ്പെടാതിരിക്കാനും കാലതാമസം ഒഴിവാക്കാനും ഇത് സഹായിക്കും. നിങ്ങളുടെ വിസ നിങ്ങളുടെ രേഖകളെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നിങ്ങളുടെ ഓൺലൈൻ സ്വഭാവവും ഇതിൽ പ്രധാനമാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വൃത്തിയായതും പ്രൊഫഷണലായതും സൂക്ഷിക്കുക. ഇതൊരു അധിക ജോലിയായി തോന്നാമെങ്കിലും വിസ കിട്ടാൻ ഇത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓൺലൈൻ പെരുമാറ്റം നല്ലതാണെങ്കിൽ വിസ കിട്ടാനുള്ള സാധ്യത കൂടും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക.